Hello all, welcome to my YouTube channel. This is Dr. Hajra. Know Your Diseaseൻ്റെ സെക്കൻഡ് എപ്പിസോഡുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ ടോപ്പിക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. അപ്പോൾ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അമ്മയും കൂടെ പിറക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ചേഞ്ച്, അതിൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ, അതിൻ്റെ സ്ട്രെസ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സെൽഫ് ഡൗട്ട്, ഇതൊക്കെ ആയിരിക്കാം ഒരു അമ്മനെ വിഷാദത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഇന്ന് 3 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്ന്, എന്തുകൊണ്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ വരുന്നു, അത് പെരുകി വരുന്നു, കൂടിക്കൂടി വരുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മൾ ആസ് എ ഫാമിലി ഇതിനെ തിരിച്ചറിയേണ്ടതും നമ്മളാൽ കഴിയുന്നത് ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതും. മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന ഒരു വിഷാദത്തിൻ്റെ മൂർച്ഛിച്ച അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തുകൊണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ പോവേണ്ടി വരുന്നത്, എന്തൊക്കെ ഇമ്പാക്റ്റാണ് അത് അമ്മയിലായാലും കുട്ടിയിലായാലും മറ്റ് പാർട്ട്ണറിലായാലും ഫാമിലിയിലായാലും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അതൊരു സ്പെക്ട്രമായി പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ളത് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആണ്, അഥവാ ബേബി ബ്ലൂസ്. ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞാൽ സൂൺ ആഫ്റ്റർ ഡെലിവറി, പ്രസവിച്ച് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തുടങ്ങി ഒരു 2-3 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥ. അത് ഒരു മൈൽഡർ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമുക്ക് ഒരു കുറച്ച് സ്ട്രെസ്സ് കൂടാ, കുട്ടിക്ക് നമ്മളൊരു സെൽഫ് ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ, കുട്ടിക്ക് വേണമെന്ന് പാല് കിട്ടുന്നില്ലേ, ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നില്ലേ, ഞാൻ നല്ലൊരു അമ്മയല്ലേ എന്നൊക്കെ ഉള്ള സെൽഫ് ഡൗട്ടുകൾ. അത് ഈ ഉറക്കത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം, പെട്ടെന്നുണ്ടാവുന്ന ഈ ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയാവുക എന്നുള്ളത്. നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യത്തിനും ഫോക്കസ് വിട്ട് നമ്മൾ ഒരു പുതിയ ഒരു മനുഷ്യനെ വളർത്തിയെടുക്കുക, അല്ലെ ഒരു കുട്ടിനെ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ ഒരുപാട് സ്ട്രെസ്, ഒരുപാട് ഡൗട്ട്, ഇതൊക്കെ ഇതിന് കാരണമാവാം. വേറൊരു കാരണം പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. പ്രഗ്നൻസിയിൽ പീക്ക് ചെയ്തുകൊണ്ടിരുന്ന പല ഹാപ്പി ഹോർമോൺസും കുറയും. സ്ട്രെസ് കൂടുന്ന കാരണം അതിൻ്റെ ഹോർമോൺസ് കൂടിയും. ഓക്സിറ്റോസിൻ ഒരു ഹാപ്പി ഹോർമോണാണ് എങ്കിൽ കൂടി പ്രസവാനന്തരം എന്ന് പറയുന്ന അവസ്ഥ തന്നെ ഒരു സ്ട്രെസ്ഫുൾ പീരീഡാണ്. അതുകൊണ്ട് ഈ ഹോർമോൺ ഷിഫ്റ്റ്, അതുപോലെ പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, കുട്ടീനെ എടുത്ത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് അമ്മേൻ്റെ മടിയിൽ വെക്കുക, അമ്മേൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ഒരു എക്സ്റ്റസി ഫീലിംഗ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, ഒരു അത്യുന്മാദമായിട്ടുള്ള അവസ്ഥ. അത് എൻഡോർഫിൻസ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ പറഞ്ഞ ഹോർമോൺസൊക്കെ അപ്പടെ താഴേക്ക് കുത്തനെ ചാടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് കാരണം, ഇൻക്രീസ്ഡ് സ്ട്രെസ്സ് കാരണം, പല സെൽഫ് ഡൗട്ട്സ് കാരണം, പിന്നെ ഉറക്കമില്ലായ്മ, അങ്ങനെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇവരെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാരണമായിരിക്കണം ഇങ്ങനെ വിഷാദം, അതിൽ ഏറ്റവും മൈൽഡറായിട്ടുള്ള ബ്ലൂസും ഡിപ്രഷനും സൈക്കോസിസും ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ ബേബി ബ്ലൂസ് ഓൾമോസ്റ്റ് 80% ആൾക്കാരിലും കാണപ്പെടുന്നതെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ചുകൂടെ മൂർച്ഛിച്ച അവസ്ഥയാണ് ഡിപ്രഷൻ, വിഷാദം. സാധാരണ ഡിപ്രഷൻ പോലെ തന്നെ തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ. കുട്ടിക്ക് ചിലപ്പം കുട്ടിക്ക് പാൽ കൊടുക്കാനൊക്കെ വിസമ്മതിക്കും, കാരണം അവർക്ക് എന്തോ കുട്ടീനെ അവർ ഹാം ചെയ്യും. ചിലവർക്കും മുലപ്പാലിൽ കൂടെ കുട്ടിക്ക് വിഷം പോവോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടുകൾ ഉണ്ടാവും. പിന്നെ ഒരു വല്ലാത്തൊരു ലോ മൂഡ് അല്ലേ. ഡിപ്രഷനിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറയാറ് സാധാരണ: ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്. ഒരു നിസ്സഹായ അവസ്ഥ, എന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്നുള്ളൊരു തോന്നൽ, എവിടെയും ഒരു ഹോപ്പ് കാണാത്ത, മുന്നിലൊരു വെളിച്ചം കാണാത്ത ഒരവസ്ഥ. ഇതൊക്കെയാണ് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇത് കുറച്ച് കാലം നീണ്ടു നിൽക്കാം, ചിലപ്പോൾ 1 വർഷം വരെ നീണ്ടു നിൽക്കാം. ഇന്ത്യയിൽ
വേൾഡിനെക്കാട്ടിയും കുറച്ചുകൂടെ കണക്കുകളിൽ കൂടുതലാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ പ്രിവലൻസ് കാണിക്കുന്നത്. 25 മുതൽ 40% വരെ. പ്രത്യേകിച്ച് ഏർബൻ പോപ്പുലേഷനിൽ 25% സ്ത്രീകൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ഇനി ഇതിൻ്റെയും കൂടെ കുറച്ച് മൂർച്ഛിച്ച അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. അപ്പോൾ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ അതായത് ആ പേഷ്യൻറ്റിന് അറിയില്ല അവർക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ പല പല എക്സ്ട്രാ കാര്യങ്ങളുണ്ടാവും. ഹാലൂസിനേഷൻ എന്ന് പറയും. അതായത് ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നുക, സൗണ്ട് കേൾക്കുക, ഇല്ലാത്തത് കാണുക. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായിട്ടുള്ള ഫോൾസ് ബിലീഫ്, സ്ട്രോങ് ഫോൾസ് ബിലീഫ് എന്നാണ് ഡെല്യൂഷനെ പറയാറ്. അപ്പോൾ അവർ വിചാരിക്കുകയാണ് എൻ്റെ പാലിലെ കൂടെ കുട്ടിക്ക് വിഷമാണ് പോകുന്നത്, അപ്പോൾ അവർ പാല് കൊടുക്കാൻ വിസമ്മതിക്കും. അതാണ് ഡെല്യൂഷൻ. അല്ലെങ്കിൽ കുട്ടീനെ ഹാം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അവർക്കിങ്ങനെ തോന്നൽ ആരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിനെ, അല്ലെങ്കിൽ ആരോ കുട്ടിനെ ഹാം ചെയ്യും എന്നുള്ളൊരു സ്ട്രോങ് ബിലീഫ് അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ അവരെ തന്നെ സെൽഫ് ഹാം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇതൊക്കെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്ക് വരുമ്പോൾ കാണാം. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഡിപ്രഷനും കാട്ടിയും വളരെ റെയറാണ്. പക്ഷേ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പം ഇമ്മീഡിയറ്റായിട്ട് മെഡിക്കൽ കെയർ സീക്കണം. കാരണം അത് കുട്ടീനെയും അമ്മനെയും ഒരുപോലെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നു എന്നുള്ളത്. ഹോർമോണൽ ചേഞ്ചസ് സ്ട്രെസ്സ് കാരണമാവാം, ലാക്ക് ഓഫ് സപ്പോർട്ട് ആവാം. അത് ഫാമിലിയിൽ നിന്നായാലും പാർട്ട്ണറിൽ നിന്നായാലും. കാരണം നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ഒരു 2-3 ഇയേഴ്സ് അവർ ഹണിമൂൺ ഫേസ് ആഘോഷിക്കുന്നു, അല്ലേ? കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ഫേസ് ആഘോഷിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഉണ്ടാവും. ഈ അമ്മക്ക് തോന്നും ഒറ്റപ്പെട്ട പോലെയുള്ളൊരു ഫീലിംഗ്, പാർട്ട്ണർ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത പോലെ ഒക്കെ ഉള്ള ഒരു തോന്നൽ വരാം. അപ്പോൾ ഒരു ഐഡിയലി കോ പാരൻറ്റിങ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലും കോ പാരൻറ്റിങ് ആയിരിക്കണം, അല്ലേ? ഒരമ്മയും കുഞ്ഞും പിറക്കുന്നതിൻ്റെ ഒപ്പം ഒരച്ഛനും കൂടെ പിറക്കുകയും അവരോടൊപ്പം അച്ഛൻ വളരുകയും ചെയ്യണം. അച്ഛൻ എപ്പോഴും ഹസ്ബൻഡായിരിക്കുക എന്നല്ല, അത് ഫാദർഹുഡിലേക്ക് കടക്കണം. അതെല്ലാ രീതിയിലും ഇമോഷണൽ സപ്പോർട്ട് പാർട്ട്ണർക്ക് കൊടുക്കും വേണം. അതുമാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്ത്രീകളിൽ വരുമ്പം അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇൻ മെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥ പറയാറുണ്ട്. അതായത് ഈ പാർട്ട്ണറുടെ വിഷാദം മെയിൽ പാർട്ട്ണറിനെയും കൂടെ എഫക്റ്റ് ചെയ്യും. അതും കണക്കുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പം രണ്ടാളും കൂടെയുള്ള ആക്ച്വൽ ഒരു കോ പാരൻറ്റിങ്, രണ്ടാളും ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ കുട്ടീനെ കൊണ്ടുപോവാം. പിന്നെ നമ്മളെ സെൽഫ് ഡൗട്ടുകൾ, അതായത് ഞാൻ കൊടുക്കുന്ന പാല് കുട്ടിക്ക് മതിയാകുന്നില്ലേ, കുട്ടി വേണ്ടമായ രീതിയിൽ ഉറങ്ങുന്നില്ലേ, ഞാൻ പാല് മാത്രം കൊടുത്താൽ മതി, അതിൻ്റെ കൂടെ ഫോർമുല കൊടുക്കണം. അത് പലപ്പോഴും അമ്മൻ്റെ മാത്രം ഡൗട്ടായിരിക്കില്ല, വീട്ടിലും നാട്ടിലും ആൾക്കാർക്കൊക്കെ ഈ ഡൗട്ട് ഉണ്ടാവും. കുട്ടി കൂടുതലായിട്ട് കരയുന്നു, അപ്പോൾ പറയും പാല് മതിയാവാത്തതുകൊണ്ടായിരിക്കും, ഫോർമുല കൊടുക്കാം. അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി പറയും ഡോക്ടറെ പാല് മതിയാവുന്നില്ല, ഫോർമുല കൊടുക്കാം. കുട്ടി 2-3 മണിക്കൂർ ഓരോ ഫീഡിന് ശേഷം ഉറങ്ങുന്നുണ്ട്. കുട്ടി 5-6 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നുണ്ട്. കുട്ടി അല്ലാത്ത സമയത്തൊക്കെ കുറച്ച് ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ പാല് കുട്ടിക്ക് മതിയാവും. പിന്നെ കുറച്ച് സമയം എടുക്കും ഒന്ന് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങുമായിട്ട് അമ്മയും കുട്ടിയൊക്കെ ഒന്ന് ഇണങ്ങി വരാൻ. ഇതിന് ഒരു മിൽക്ക് ലെറ്റിംഗ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിഫ്ലെക്സ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അതായത് പാല് ജസ്റ്റ് ഉണ്ടാവുക എന്നുള്ള പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ മാത്രമല്ല, എത്രത്തോളം പാല് നമ്മൾ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത് കണക്കാക്കുന്നത്. കുട്ടി കുടിക്കുന്ന സമയത്ത് നമ്മുടെ തലയിലും നമ്മുടെ ബോഡിയിലും നടക്കുന്നൊരു വികാസമാണ് മിൽക്ക് ലെറ്റിംഗ് റിഫ്ലെക്സ്. അതായത് കുട്ടി കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ മിൽക്ക് ഇജക്റ്റ് ചെയ്യാനും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് അതിനെ പറയാറ്. അപ്പോൾ കുട്ടി പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് കൂടുതൽ പാല് കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ടുകൾ അമ്മക്ക് മാത്രമല്ല, ഈ ബാക്കിയുള്ള ആൾക്കാരുള്ള ചോദ്യങ്ങൾ കൊണ്ടും അമ്മക്കത് കൂടുതൽ ഡൗട്ട്ഫുള്ളായിട്ട് തോന്നാം. പക്ഷെ നിങ്ങളതിൽ വിശ്വസിക്കുക. നിങ്ങളും കുട്ടിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ കുറച്ച് സമയത്ത് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് വേദനകളും ഉണ്ടാവും.
പാല് കൊടുക്കുക എന്നുള്ളതൊരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും ചിലർക്കൊക്കെ. അത് നിപ്പിള് ആദ്യം പൊട്ടുകയും അവിടെ പഴുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ട്ണർ ആയാലും അതൊന്ന് കെയർ ചെയ്യും, ഒന്ന് സപ്പോർട്ട് ചെയ്യും ഒക്കെ ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ കാണാം. അതുപോലെ ഫാമിലി ആയാലും ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ടുകൾ അവർക്ക് കൂട്ടിക്കൊടുക്കാതെ അവരെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ കുട്ടി ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കൂടെ എന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കുന്നതിന് പകരം പറ്റുന്ന രീതിയിൽ കുട്ടീനെ നോക്കുന്ന ആയാലും, അല്ലെങ്കിൽ കുട്ടി ഉറങ്ങുമ്പം അവരെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും. പലപ്പോഴും കുട്ടിയൊക്കെ ആയി ഒറ്റയ്ക്ക് നിൽക്കുന്ന മദേഴ്സിലൊക്കെ ആയിരിക്കും ഡിപ്രഷൻ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാരണം ഒരു എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗ് വരുമ്പോഴായിരിക്കും വിഷാദം എന്നുള്ള അവസ്ഥയിലേക്കും അവർ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്തുകൊണ്ട് ആസ് എ ഫാമിലി നമ്മളിതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം? ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പറഞ്ഞ പോലെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ആ കുട്ടീൻ്റെ മാനസികമായിട്ടുള്ളയും ശാരീരികമായിട്ടുള്ളയും വളർച്ചയെയും അവരെ ദാമ്പത്യ ജീവിതത്തിനെയും പാർട്ട്ണറിനെയും മെയിൽ പാർട്ട്ണറിനെയും കുടുംബത്തിനെയും ഒക്കെ നെഗറ്റീവ്ലി ബാധിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ കാണുമ്പോൾ നമ്മൾ അതിന് വേണ്ട രീതിയിൽ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ടുകൾ പറഞ്ഞ പോലെ അങ്ങനെ കൂട്ടിക്കൊടുക്കാതെ അവരെ കുറച്ചുകൂടെ സോഷ്യലി സപ്പോർട്ട് ചെയ്യുക, അവർ പോസിറ്റീവ് ഒരു റെസ്പോൺസ് കൊടുക്കുക, നിങ്ങൾക്ക് പറ്റുമെന്ന് അവരെ കൊണ്ട് തോന്നിക്കുക. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നാണ് പറയാറ്. ഒരു കുട്ടിനെ വളർത്താൻ ഒരു വില്ലേജ് തന്നെ വേണം. ബി ദെയർ വില്ലേജ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന, നിങ്ങൾ അവരെ ഭർത്താവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞു, അമ്മയും അച്ഛനുമാണ് കുട്ടിനെ വളർത്തേണ്ടത്. അത് കോ പാരൻറ്റിങ് ആയിരിക്കും എല്ലാ രീതിയിലും. അപ്പോൾ മാനസികമായിട്ടും എല്ലാവരുടെയുള്ള സപ്പോർട്ട് കൊടുക്കുക. ബാക്കി ഫാമിലി മെമ്പേഴ്സ് പറ്റുന്ന രീതിയിൽ അവരെ മെൻ്റലി ആൻഡ് സോഷ്യലി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബി ദെയർ വില്ലേജ്, നിങ്ങൾ പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇനി എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്കോസിസ് പോലെയുള്ള അവസ്ഥയിൽ എന്തുകൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സീക്കണം, അല്ലെങ്കിൽ എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് സീക്കേണ്ടത്? ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഒരു 2-3 വീക്സിൽ പോകും. അത് മൈൽഡർ ഇതായിരിക്കും, അത്ര കാലം നീണ്ടു നിൽക്കില്ല. കാര്യമായിട്ട് അതായത് കുട്ടീനെ ഫീഡ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവില്ല പോസ്റ്റ്മോർട്ടം ബ്ലൂസ്. ഇനി അതല്ല, കുട്ടീനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ഇങ്ങനെ ഉള്ള നെഗറ്റീവ് തോട്ടുകൾ വരുന്ന, സൂയിസൈഡൽ ടെൻഡൻസീസ് വരുന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അറ്റൻഷൻ സീക്കേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത് കൂടാനുള്ള ഒരു കാരണവും ഇതിൻ്റെ അറൗണ്ടായിട്ടുള്ള സ്റ്റിഗ്മയാണ്. ഇത് പോസ്റ്റ്മോർട്ടം അവസ്ഥയിൽ മാത്രമുള്ള ഡിപ്രഷനല്ല, ഏതൊരു ഡിപ്രഷനും ഏതൊരു സൈക്യാട്രിക് ഇൽനെസ്സും ഒരു അസുഖമാണെന്നുള്ളത് തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. ഒരു പനി വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് പനി ഒരു അസുഖമാണെന്നും അത് ചികിത്സിച്ചാൽ മാറുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു ഡിപ്രഷൻ വരുമ്പോഴോ ഒരു സൂയിസൈഡൽ ടെൻഡൻസി വരുമ്പോഴോ അതെന്തോ ആ ആൾക്കാർ അയാളെ ഒരു ക്യാരക്ടർ ഫ്ലോ ആയിട്ടോ അല്ലെങ്കിൽ അയാൾ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണോ ഇത് വരുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലേ, അതാണ് നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മ. അത് മാറി ഇതും ഒരവസ്ഥയാണ്, ഒരു അസുഖമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട്, അതുമല്ല മരുന്നുകൾ വേണ്ട, ഫാർമക്കോതെറാപ്പി വേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അതും പോവാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ തന്നെ ഇത് കുറേ ഒന്ന് അഡ്രസ്സ് ചെയ്യും. കാരണം ഈ സ്ത്രീക്കും പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും അവർ വളരെ രൂക്ഷമായ അവസ്ഥയിലായിരിക്കും ഫാമിലി പോലും അറിയുന്നത്. കാരണം ഇത് പറയാനൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ എന്തോ ഒരു ബാഡ് മദറായി പോവോ, ഞാൻ എന്തോ എനിക്ക് എൻ്റെ കുട്ടീനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നത് എന്നുള്ള ഒരുപാട് തെറ്റായ ചിന്തകളും ധാരണകളും വരാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഇതിനെ ഒന്ന് മനസ്സിലാക്കാനും ഒരു സപ്പോർട്ടായി നിൽക്കാനും, ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അതിന് കൂടെ നിൽക്കാനും നമുക്ക് സാധിക്കണം. ഇനി ബ്രസ്റ്റ് ഫീഡിങ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പറഞ്ഞു. യൂഷ്വലി ബ്രസ്റ്റ് ഫീഡിങ്
റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യം. കാരണം ഇങ്ങനെ ഫീഡ് ചെയ്യണം, ലാച്ചിങ് എന്ന് പറയും, കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ, കുട്ടീനെ പിടിക്കേണ്ട പൊസിഷനും, കുട്ടിക്ക് നിപ്പിള് അതിൻ്റെ കണ്ണി മാത്രമല്ലാതെ മൊത്തത്തിൽ ഏരിയോള എന്ന് പറയും, അതിൻ്റെ ചുറ്റുമുള്ള കറുത്ത ഭാഗം മൊത്തം കുട്ടീൻ്റെ വായിലാവുകയും കുട്ടി നന്നായി കുടിക്കുകയും ചെയ്യുമ്പോഴാണ് കുട്ടിക്കും നല്ലോണം പാല് കിട്ടുന്നതും അമ്മയ്ക്ക് അത് പെയിൻഫുള്ളായി മാറാത്തതും. അപ്പോൾ കറക്റ്റ് ലാച്ചിങ്, കറക്റ്റ് പൊസിഷൻ, പിന്നെ ആവശ്യത്തിന് അമ്മയും ഭക്ഷണം കഴിക്കുക, അമ്മയും അമ്മേൻ്റെ ഹെൽത്ത് നോക്കുക. കുട്ടീൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി കുട്ടീൻ്റെ ഉറക്കം അതൊക്കെ നോക്കുമ്പം അമ്മേൻ്റെ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ് ആവും. അമ്മ ചിലപ്പം കാര്യമായി ഭക്ഷണം കഴിക്കില്ല. ഈ വിഷാദം പോലെയുള്ള അവസ്ഥയിൽ വരുമ്പോൾ അവർക്കൊന്നും ഫുഡൊന്നും കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓവർ ഫീഡ് ചെയ്യേണ്ട. ഒരു മദർ, ഒരു ലാക്ടേറ്റിംഗ് ലേഡിക്ക് സാധാരണയിൽ നിന്നും ഒരു 300-400 കാലറിയാണ് കൂടുതൽ വേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. കാരണം ഒരു സൗണ്ട് മൈൻഡ് ലൈസ് ഇൻ എ സൗണ്ട് ബോഡി എന്നാണ് പറയാറ്. നമുക്ക് നല്ലൊരു മാനസിക ആരോഗ്യം വേണമെങ്കിൽ നല്ലൊരു ശാരീരിക ആരോഗ്യം വേണം. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനു വേണ്ടി പാർട്ട്ണറായാലും ഫാമിലി ആയാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ പോസിറ്റീവ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.